എല്ലാവർക്കും നമസ്കാരം. ഞാൻ യതീഷ് ബല്ലാൽ. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം. ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വന്ന നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നിങ്ങൾ കണ്ടു കാണും അല്ലെങ്കിൽ കേട്ട് കാണും. സർ, ജാനുവരിയിൽ സ്കൂൾ തുറന്നാൽ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോയി പഠിക്കാനുള്ളൊരു അവസരം കിട്ടുമോ? അതുപോലെ തന്നെ എല്ലാ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമാണോ വരാൻ പോകുന്നത്? ഇങ്ങനെ ചോദിച്ച കുറച്ച് പാരൻസ് ഉണ്ട്. എന്നോട് തന്നെ പേഴ്സണലായി ചോദിച്ച കുറച്ച് പാരൻസും കുറച്ച് കുട്ടികൾ. സോ ഇതുപോലുള്ള കൺഫ്യൂഷൻ കുട്ടികൾക്കുണ്ട്, പാരൻസിനും ഉണ്ട്. അതായത് ഇവിടെ പറയുന്നത് ജാനുവരിയിൽ സ്കൂൾ തുറക്കും, എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോയി പഠിക്കാനുള്ളൊരു അവസരമുണ്ട് എന്നല്ല. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ക്ലാരിഫിക്കേഷനാണ് ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ജാനുവരിയിൽ സ്കൂൾ തുറന്ന് എല്ലാ കുട്ടികളും സ്കൂളിൽ വന്ന് പഠിക്കാനുള്ളൊരു അവസരം, അങ്ങനെയല്ല. അതായത് ജാനുവരിയിൽ എല്ലാ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ ഫെബ്രുവരിയിൽ പ്രാക്ടിക്കൽ എക്സാം, പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ 10ാം ക്ലാസ്സിനെയും അതുപോലെ +2-നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 10ാം ക്ലാസ് +2 പബ്ലിക് എക്സാമാണ്. സോ ഈ പറയുന്ന ജാനുവരി 15 മുൻപായി 10ാം ക്ലാസ്സിൻ്റെ സിലബസ് കവർ ചെയ്യാനും ജാനുവരി 30 അല്ലെങ്കിൽ 30-ന് മുൻപായി +2 സിലബസ് കവർ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജാനുവരി മൊത്തം ഈ പറയുന്ന ഡിജിറ്റൽ ക്ലാസ്സാണ്, ഓൺലൈൻ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ എല്ലാ സിലബസും കവർ ചെയ്ത് അതിന് ശേഷമാണ് ഈ പറയുന്ന റിവിഷൻ തുടങ്ങാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഡിസംബർ 17-ന് ശേഷം 50% ടീച്ചേഴ്സ് എന്താണ് സ്കൂളിലെത്തണം. 10ാം ക്ലാസ് +2 എന്താണ് 50% ടീച്ചേഴ്സ് സ്കൂളിൽ വന്ന് റിവിഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ജാനുവരിയിൽ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ് സിലബസ് കവർ ചെയ്യാനും അതിനുശേഷം പ്രാക്ടിക്കൽ എക്സാം, +2 പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. സോ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ട ക്ലാസ്സുകൾ വേണം. ആ ക്ലാസ്സുകളാണ് അതിനുശേഷം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലും ഈ പറയുന്ന ക്ലാസ്സുകൾ വരാനുള്ള സാധ്യതയാണ്. അല്ലാതെ എല്ലാ കുട്ടികളും സ്കൂളിൽ വന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബാക്കിയുള്ള ക്ലാസ്സുകളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അവിടെ ഒന്നും പറയുന്നില്ല. 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ, ബാക്കിയുള്ള ക്ലാസ് എന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ്, അതുപോലെ തന്നെ +1, പിന്നെ വരുന്നത് ഡിഗ്രി, അതായത് കോളേജ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല. ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ് +2 കുട്ടികളെയാണ്. പബ്ലിക് എക്സാം ആയതുകൊണ്ട് അവരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ജാനുവരി സിലബസ് തീർക്കാനും പിന്നീട് പ്രാക്ടിക്കൽ ക്ലാസ്സും പിന്നീടുള്ള എക്സാമിനുള്ള തയ്യാറെടുപ്പുകളാണ് പറയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ അവിടെ മാത്രമേ പറയുന്നുള്ളൂ. ഏത് പറയുന്നില്ല, 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള എക്സാമിനെ കുറിച്ചോ സിലബസ് കവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട പത്രവാർത്ത, ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഒരു പക്ഷേ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓൾ പാസ് എന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഈ പറയുന്ന സർക്കുലറിൽ, ഈ നോട്ടിഫിക്കേഷനിൽ, ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിൽ ഈ പറയുന്ന ക്ലാസ്സുകളൊന്നും അവിടെ ഇല്ല. ഡിഗ്രി അവിടെ ഇല്ല. അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റി വേണ്ട രീതിയിൽ പിന്നീട് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സർക്കുലർ പുറത്ത് വിടും, അനൗൺസ് ചെയ്യും. പക്ഷേ +1 കാര്യങ്ങൾ കൂടി അതിൽ പറയുന്നില്ല. അപ്പോൾ ജാനുവരിയിൽ ഇങ്ങനെയാണ് ഈ പറയുന്ന സിലബസ് കവർ ചെയ്യാനും ഫെബ്രുവരിയിൽ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ട കാര്യങ്ങൾ, അതായത് ക്ലാസ്സുകൾ നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വർഷം ഏതായാലും ഇങ്ങനെ തന്നെ പോകാനുള്ള സാധ്യതയാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വീഡിയോ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, പാരൻസിന് ഒരുപക്ഷെ മനസ്സിലാവാത്ത പാരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 4500 സംതിങ് ആണ്. സോ ഒരു 5K റീച്ച് ആവാൻ അല്ലെങ്കിൽ 10K റീച്ച് ആവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം. അതുവരെ